Dear students, our next chapter marginal കോസ്റ്റിംഗ്. അതായത് നമ്മളിനി ഈ ഒരു വീഡിയോയിൽ മാർജിനൽ കോസ്റ്റിങ്ങിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് മാർജിനൽ കോസ്റ്റ് നോക്കാം. ഓക്കെ, മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ അത് നമ്മൾ മാനേജ്മെൻറ്റിന് കറക്റ്റ് ഡിസിഷൻസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടെക്നിക്ക് ഓഫ് കോസ്റ്റിംഗ് ആണ് എന്ത് മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രോഫിറ്റബിലിറ്റിയെക്കുറിച്ചും അതുപോലെ കോസ്റ്റ് കൺട്രോളിനെ കുറിച്ചും ഒക്കെ നമുക്ക് മാനേജ്മെൻറ്റിന് കറക്റ്റ് ഡിസിഷൻസ് എടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടെക്നിക്ക് ഓഫ് കോസ്റ്റിംഗ് ആണ് മാർജിനൽ കോസ്റ്റിംഗ്. ഓക്കെ, പിന്നെ എന്താണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പറയുന്നുണ്ട്, മാർജിനൽ കോസ്റ്റ് ഈസ് അഡീഷണൽ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് ആൻ അഡീഷണൽ യൂണിറ്റ്. അതായത് അഡീഷണൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അഡീഷണൽ കോസ്റ്റാണ് എന്ത് മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് എന്താ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ട്സ് ലണ്ടൻ ഡിഫൈൻസ് മാനേജറൽ കോസ്റ്റ് ആസ് ദ എമൗണ്ട് അറ്റ് എനി ഗിവൺ വോളിയൂം ഓഫ് ഔട്ട്പുട്ട് ബൈ വിച്ച് അഗ്രിഗേറ്റ് കോസ്റ്റ് ആർ ചേഞ്ച്ഡ് ഇഫ് ദ വോളിയൂം ഓഫ് ഔട്ട്പുട്ട് ഈസ് ഇൻക്രീസ്ഡ് ഓർ ഡിക്രീസ്ഡ് ബൈ 1 യൂണിറ്റ്. അതായത് ഈ മാർജിനൽ കോസ്റ്റിൽ നമ്മൾ മെയിനായിട്ടും അവിടെ വേരിയബിൾ കോസ്റ്റിനെയാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, മാർജിനൽ കോസ്റ്റിൽ ഇമ്പോർട്ടൻ്റ് എലമെൻ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് വേരിയബിൾ കോസ്റ്റിനെയാണ്. അവിടെ ഫിക്സഡ് കോസ്റ്റിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. വേരിയബിൾ കോസ്റ്റാണ് മാർജിനൽ കോസ്റ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെൻറ്റ്. ഓക്കെ, അപ്പോൾ വോളിയൂം ഓഫ് നമുക്ക് വന്നിട്ടുള്ള നമ്മുടെ വോളിയൂം ഓഫ് ഔട്ട്പുട്ടിൽ ഒരു യൂണിറ്റിൽ ഇൻക്രീസോ ഡിക്രീസോ ഉണ്ടാകുമ്പോൾ കൂടുകയോ കുറയോ ചെയ്യുമ്പോൾ അതിൽ ടോട്ടൽ കോസ്റ്റിൽ ചേഞ്ചസ് ഉണ്ടാവും അല്ലേ. അതാണ് മാർജിനൽ കോസ്റ്റ് ആയിട്ട് പറയുന്നത്. നമുക്ക് ഒരു യൂണിറ്റ് അഡീഷണൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കോസ്റ്റ് അതാണ് എന്ത് മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എന്താ പറഞ്ഞിട്ടുള്ളത്, ഫോർ എക്സാമ്പിൾ, ഇഫ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് 100 യൂണിറ്റ്സ് ഓഫ് എ പ്രൊഡക്റ്റ് ഈസ് 5,000 ആൻഡ് ദ കോസ്റ്റ് ഫോർ 101 യൂണിറ്റ്സ് ഈസ് rupees 5,040. അതായത് നമ്മൾ 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വന്നിട്ടുള്ള കോസ്റ്റ് എന്ന് പറയുന്നത് 5,000 റുപ്പീസാണ്. ഓക്കെ, 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ വന്ന കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ് 5,000 റുപ്പീസാണ് നമുക്ക് വന്നിട്ടുള്ള കോസ്റ്റ്. അതിൽ നമ്മൾ അഡീഷണൽ ഒരു യൂണിറ്റും കൂടെ പ്രൊഡ്യൂസ് ചെയ്ത്, അതായത് 101 യൂണിറ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ നമുക്ക് വന്നിട്ടുള്ള കോസ്റ്റ് അപ്പോൾ എത്ര പറയുന്നത് 5,000, അതായത് 5,040 രൂപയാണ് നമുക്ക് 101 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ വന്നിട്ടുള്ള കോസ്റ്റ്. ഓക്കെ, അപ്പോൾ 100-ൽ നിന്നും 101 ഒരു യൂണിറ്റ് മാത്രം നമ്മളവിടെ എക്സ്ട്രാ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ ഒരു യൂണിറ്റ് എക്സ്ട്രാ പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ നമുക്ക് വന്നിട്ടുള്ള എക്സ്ട്രാ കോസ്റ്റ് എത്രയാണ് 40 ആണ്. 40 റുപ്പീസാണ് നമുക്ക് അവിടെ എക്സ്ട്രാ വന്നിട്ടുള്ള കോസ്റ്റ്. അപ്പോൾ ഈ 40 ആണ് എന്ത് അവിടെ മാർജിനൽ കോസ്റ്റ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ഇവിടെ പറയുന്നുണ്ട് മാർജിനൽ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് 1 അഡീഷണൽ യൂണിറ്റ് ഈസ് ₹40. ഓക്കെ, ഇവിടെ പറയുന്നുണ്ട് മാർജിനൽ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് 1 അഡീഷണൽ യൂണിറ്റ് ഈസ് ₹40. ഒരു യൂണിറ്റ് നമ്മൾ അഡീഷണൽ പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ നമുക്ക് വന്നിട്ടുള്ള റുപ്പീസ് എത്രയാണ് ഈ ഒരു സിറ്റുവേഷനിൽ, ഈ ഒരു എക്സാമ്പിളിൽ നമുക്ക് വന്നിട്ടുള്ള കോസ്റ്റ് 40 റുപ്പീസാണ്. ഓക്കെ, അഡീഷണൽ കോസ്റ്റ് അതായത് മാർജിനൽ കോസ്റ്റ് 40 ആണ്. അപ്പോൾ ഓരോ യൂണിറ്റ് അഡീഷണൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന കോസ്റ്റ് അതാണ് മാർജിനൽ കോസ്റ്റ് ആയിട്ട് പറയുന്നത്. മാർജിനൽ കോസ്റ്റിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് എലമെൻ്റ് എന്ന് പറയുന്നത് വേരിയബിൾ കോസ്റ്റാണ്. അവിടെ ഫിക്സഡ് കോസ്റ്റിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. ഓക്കെ, പിന്നെ പറയുന്നത് നമ്മൾ മാർജിനൽ കോസ്റ്റിൽ നമ്മൾ പറഞ്ഞതിനാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആയിട്ട് നമ്മൾ വേരിയബിൾ കോസ്റ്റിന് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഫിക്സഡ് കോസ്റ്റ് നമ്മൾ പീരിയഡ് കോസ്റ്റ് ആയിട്ട് മാത്രമേ എന്ത് ചെയ്യുള്ളൂ അവിടെ കൺസിഡർ ചെയ്യുള്ളൂ. ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ് എപ്പോഴും ഫിക്സഡ് ആണ്, റിമെയിൻ കോൺസ്റ്റൻ്റ് ആണ്. സോ അത് നമ്മൾ ഈ ഒരു സിറ്റുവേഷൻ മാർജിനൽ കോസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ഇമ്പോർട്ടൻ്റ് എലമെൻ്റ് ആയിട്ട് നമ്മൾ മാർജിനൽ കോസ്റ്റിൽ വേരിയബിൾ കോസ്റ്റിനെ മാത്രമാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് എന്താണ് മാർജിനൽ കോസ്റ്റിംഗ് എന്ന് നോക്കാം. ഓക്കെ, മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ടെക്നിക്ക് ഓഫ് ഐഡൻറ്റിഫൈയിങ് മാർജിനൽ കോസ്റ്റ് ഈസ് നോൺ ആസ് മാർജിനൽ കോസ്റ്റിംഗ്. അതായത് മാർജിനൽ കോസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു ടെക്നിക്കാണ് എന്ത് മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അസർട്ടൈൻമെൻറ്റ് ഓഫ് മാർജിനൽ കോസ്റ്റ് അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. അക്കോർഡിംഗ് ടു Institute of Cost and Management Accounts, London, marginal costing is the ascertainment by difference between fixed cost and variable cost of marginal cost and effect of profit change in volume or type of output. അതായത്
അപ്പോൾ എങ്ങനെയാണോ, അതായത് മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ ഡെഫിനിഷൻ, മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എങ്ങനെയാണോ നമ്മൾ മാർജിനൽ കോസ്റ്റിങ്ങിൽ ടോട്ടൽ ഔട്ട്പുട്ട് വരുന്ന ചേഞ്ചിനനുസരിച്ചിട്ട് പ്രോഫിറ്റിൽ ഏത് തരത്തിലുള്ള വ്യത്യാസമാണോ വരുന്നത്, അത് വ്യത്യാസമാണോ വരുന്നത് നമ്മൾ അനലൈസ് ചെയ്യാനും അതുപോലെ അത് കണ്ടെത്താനും വേണ്ടിയിട്ട് ആ ചേഞ്ചസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാനും വേണ്ടിയിട്ട് ടോട്ടൽ കോസ്റ്റ് നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും. അതാണ് വേരിയബിൾ കോസ്റ്റ് അതുപോലെ ഫിക്സഡ് കോസ്റ്റ്. ഓക്കെ, അങ്ങനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തുകൊണ്ട് നമ്മൾ മാർജിനൽ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുക. അതാണ് മാർജിനൽ കോസ്റ്റിങ്ങിൽ പറയുന്നത്. ഓക്കെ, ടോട്ടൽ കോസ്റ്റിനെ ഫിക്സഡ് കോസ്റ്റ് എന്നും അതുപോലെ വേരിയബിൾ കോസ്റ്റ് എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ട് നമുക്ക് വന്നിട്ടുള്ള മാർജിനൽ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഈ സെപ്പറേഷൻ ഓഫ് വേരിയബിൾ കോസ്റ്റ് ഫ്രം ഫിക്സഡ് കോസ്റ്റ് ഹെൽപ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനെ ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ മാർജിനൽ കോസ്റ്റിംഗ് ഈസ് ഓൾസോ നോൺ ആസ് വേരിയബിൾ കോസ്റ്റിംഗ്. മാർജിനൽ കോസ്റ്റിങ്ങിനെ വേരിയബിൾ കോസ്റ്റിംഗ് എന്നും കൂടെ പറയുന്നുണ്ട്. ഇൻ ഷോർട്ട്, മാർജിനൽ കോസ്റ്റിംഗ് ഈസ് എ ടെക്നിക് ഓഫ് കോസ്റ്റിംഗ് വിച്ച് ഡിഫറൻഷിയേറ്റ്സ് ബിറ്റ്വീൻ ഫിക്സഡ് കോസ്റ്റ് ആൻഡ് വേരിയബിൾ കോസ്റ്റ് ആൻഡ് ചാർജിങ് ഓൺലി വേരിയബിൾ കോസ്റ്റ് ടു പ്രൊഡക്റ്റ്. എന്താണ് അവിടെ ചെയ്യുന്നത്, കോസ്റ്റിങ്ങിനെ വേരിയബിൾ കോസ്റ്റ് എന്നും ഫിക്സഡ് കോസ്റ്റ് എന്നും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ഏത് മാത്രമേ കോസ്റ്റ് പ്രൊഡക്ഷനിൽ ചാർജ് ചെയ്യുന്നുള്ളൂ, വേരിയബിൾ കോസ്റ്റ് മാത്രമാണ് നമ്മൾ അവിടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റിലേക്ക് ചാർജ് ചെയ്യപ്പെടുന്നുള്ളൂ. ഓക്കെ, ഇതാണ് മാർജിനൽ കോസ്റ്റിംഗ്. ദെൻ അസംഷൻസ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ്. എന്തൊക്കെയാണ് മാർജിനൽ കോസ്റ്റിങ്ങിലെ അസംഷൻസ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഓൾ കോസ്റ്റ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 2 കാറ്റഗറീസ്, ഫിക്സഡ് ആൻഡ് വേരിയബിൾ. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ് പറയുന്നത്. കോസ്റ്റിന് എന്ത് ചെയ്തിട്ടുണ്ട്, എല്ലാ കോസ്റ്റിനെയും നമ്മൾ ഫിക്സഡ് ആൻഡ് വേരിയബിൾ കോസ്റ്റ് എന്ന് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദെൻ ഫിക്സഡ് കോസ്റ്റ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ് അറ്റ് ഓൾ ലെവൽസ് ഓഫ് ആക്ടിവിറ്റി. ഫിക്സഡ് കോസ്റ്റ് എന്താണ്, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ഓൾ ലെവൽസ് ഓഫ് ആക്ടിവിറ്റിയിൽ റിമെയിൻസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും, എപ്പോഴും സെയിം ആയിരിക്കും. ദെൻ ദ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് വേരി ബട്ട് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഡസ് നോട്ട് വേരി. എന്താണ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്, അതായത് നമുക്ക് വന്നിട്ടുള്ള ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, വേരി ചെയ്യും, ചേഞ്ചസ് ഉണ്ടായിരിക്കും. ബട്ട് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഡസ് നോട്ട് വേരി. പക്ഷേ എന്താണ്, പെർ യൂണിറ്റിൽ വരുന്ന, ഒരു യൂണിറ്റിന് വരുന്ന വേരിയബിൾ കോസ്റ്റ് എന്ത് ചെയ്യുന്നില്ല, മാറുന്നില്ല. ഒരു ടോട്ടൽ വേരിയബിൾ കോസ്റ്റിന് ചേഞ്ചസ് വരാം, പക്ഷേ പെർ യൂണിറ്റിൽ വരുന്ന വേരിയബിൾ കോസ്റ്റ് കോൺസ്റ്റൻ്റ് ആയിരിക്കും, അതിൽ ചേഞ്ചസ് ഒന്നും വരില്ല. ഓക്കെ, ദെൻ സെല്ലിംഗ് പ്രൈസ് റിമെയിൻസ് കോൺസ്റ്റൻ്റ് അറ്റ് ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ആക്ടിവിറ്റി. അതുപോലെ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ആക്ടിവിറ്റിയിൽ ഉണ്ടാകുന്ന സെല്ലിംഗ് പ്രൈസും എങ്ങനെ തന്നെയായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, പ്രൈസ് ഓഫ് മെറ്റീരിയൽ, റേറ്റ്സ് ഓഫ് ലേബർ എക്സെട്ര റിമെയിൻ അൺചേഞ്ച്. അതുപോലെ തന്നെ പ്രൈസ് ഓഫ് മെറ്റീരിയലിൻ്റെ പ്രൈസ്, അതുപോലെ റേറ്റ്സ് ഓഫ് ലേബേഴ്സ്, ഇതൊക്കെ എന്ത് തന്നെയാണ്, അൺചേഞ്ച്ഡ് ആണ്, ചേഞ്ച് ചെയ്യുന്നില്ല. ദെൻ വോളിയം ഓഫ് പ്രൊഡക്ഷൻ ഈസ് ഓൺലി ഫാക്ടർ വിച്ച് ഇൻഫ്ലുവൻസ് ദി കോസ്റ്റ്. വോളിയം ഓഫ് പ്രൊഡക്ഷൻ ഈസ് ദ ഓൺലി ഫാക്ടർ, അതായത് കോസ്റ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് അത് വോളിയം ഓഫ് പ്രൊഡക്ഷൻ ആണെന്ന് പറയുന്നത്. ദെൻ ദർ ഈസ് നോ സ്റ്റോക്ക്, അവിടെ എന്തല്ല, സ്റ്റോക്ക് ഉണ്ടാവില്ല. ഇത്രയാണ് മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ അസംഷൻസ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ദെൻ നമുക്കിനി എന്തൊക്കെയാണ് മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് നോക്കാം. ഓക്കെ, ഇമ്പോർട്ടൻസ് ഓർ അഡ്വാൻറ്റേജസ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ്. ഫസ്റ്റ് വൺ, ഈസി ആൻഡ് സിമ്പിൾ. നമുക്കറിയുന്ന കാര്യമാണ് ഈ മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ടെക്നിക്കാണ്. ഓക്കെ, ഈസി ആയിട്ട് മനസ്സിലാക്കാനും അതുപോലെ ഈസി ആയിട്ട് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാനും കഴിയുന്ന ഒരു ടെക്നിക്കാണ് ഇത് മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ദെൻ ദർ ഈസ് നോ പ്രോബ്ലം ഓഫ് അപ്പോർച്ച്മെൻറ്റ് ഓഫ് ഫിക്സഡ് കോസ്റ്റ്. അവിടെ എന്തില്ല, ഫിക്സഡ് കോസ്റ്റിൻ്റെ അപ്പോർച്ച്മെൻറ്റിലുള്ളൊരു പ്രോബ്ലം അവിടെ റൈസ് ചെയ്യുന്നില്ല. ദെൻ സെക്കൻഡ് വൺ, സിമ്പിൾ വാല്യുവേഷൻ ഓഫ് സ്റ്റോക്ക്. എന്താണ്, അവിടെ സ്റ്റോക്ക് ക്യാൻ ബി വാല്യൂഡ് ഈസിലി. നമുക്ക് അവിടെയുള്ള സ്റ്റോക്ക് നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, വാല്യൂ ചെയ്യാൻ പറ്റുന്നുണ്ട്. ദിസ് ഈസ് ബിക്കോസ് സ്റ്റോക്ക് ഈസ് വാല്യൂഡ് ഓൺ ദി ബേസിസ് ഓഫ് മാർജിനൽ കോസ്റ്റ്. നമ്മൾ എന്താ ചെയ്യുന്നത്, സ്റ്റോക്കിനെ അവിടെ മാർജിനൽ കോസ്റ്റിൻ്റെ ബേസിലാണ് വാല്യൂ ചെയ്യുന്നത്. സോ അതൊരു ഈസി ആയിട്ടുള്ള കാര്യമാണെന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ബെറ്റർ കോസ്റ്റ് കൺട്രോൾ. ഇറ്റ് ഈസ് പോസിബിൾ ടു കൺട്രോൾ കോസ്റ്റ് മോർ എഫക്റ്റീവ്ലി വെൻ ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു ഫിക്സഡ് ആൻഡ് വേരിയബിൾ കമ്പോണൻസ്. അതായത് നമ്മൾ പറഞ്ഞു കോസ്റ്റിനെ, ടോട്ടൽ കോസ്റ്റിനെ നമ്മൾ ഫിക്സഡ് കോസ്റ്റ് എന്നും വേരിയബിൾ കോസ്റ്റ് എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു അല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അവിടെ ഒരു എഫക്റ്റീവ് കോസ്റ്റ് കൺട്രോൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയുന്നുണ്ട്. എന്താ പറയുന്നത്, ദ മാനേജ്മെൻറ്റ് ക്യാൻ കോൺസെൻട്രേറ്റ് മോർ ഓൺ കൺട്രോളിങ് വേരിയബിൾ കോസ്റ്റ്. നമ്മൾ പറഞ്ഞു മാർജിനൽ കോസ്റ്റിങ്ങിൽ വേരിയബിൾ കോസ്റ്റിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ടോട്ടൽ കോസ്റ്റിനെ നമ്മൾ വേരിയബിൾ കോസ്റ്റിനും ഫിക്സഡ് കോസ്റ്റിനും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് ക്ലാസിഫിക്കേഷൻ അവിടെ വരുന്നുണ്ട്, ടോട്ടൽ കോസ്റ്റിനും വേരിയബിൾ കോസ്റ്റിനും നമുക്ക്
കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്നുണ്ട് സെപ്പറേറ്റ് ആയിട്ട് വെച്ചതുകൊണ്ട്. ഓക്കെ, ക്ലാസിഫൈ ചെയ്തതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഈ മാനേജ്മെൻറ്റിനൊക്കെ എന്താണ്, നമുക്ക് കൂടുതലായിട്ട് വേരിയബിൾ കോസ്റ്റിലേക്ക് മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് കഴിയും. സോ അവിടെ ഒരു ബെറ്റർ കൺട്രോൾ പോസിബിളാണ്. അതുപോലെ കോസ്റ്റ് റിഡക്ഷനും കോസ്റ്റ് കൺട്രോളൊക്കെ പോസിബിൾ ആവുന്നുണ്ട്. ദെൻ നോ പ്രോബ്ലം ഓഫ് അണ്ടർ ഓവർ അബ്സോർപ്ഷൻ ഓഫ് ഓവർ ഹെഡ്. എന്താ അവിടെ പറയുന്നത്? As fixed costs are completely ignored, the problem of under or over absorption of overhead does not arise. നമ്മളവിടെ ഫിക്സഡ് കോസ്റ്റിനെ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇഗ്നോർ ചെയ്യുന്നുണ്ട്, ഒഴിവാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദ പ്രോബ്ലം ഓഫ് അണ്ടർ ഓർ ഓവർ അബ്സോർപ്ഷൻ ഓവർഹെഡ് ഡസ് നോട്ട് അറൈസസ്. അതുകൊണ്ട് തന്നെ നമുക്കവിടെ അണ്ടർ അബ്സോർപ്ഷനും അതുപോലെ ഓവർ അബ്സോർപ്ഷൻ്റെ ഒരു പ്രോബ്ലം അവിടെ അറൈസ് ചെയ്യുന്നില്ല. ഓക്കെ, ദെൻ അസർട്ടൈൻമെൻറ്റ് ഓഫ് പ്രോഫിറ്റബിലിറ്റി. എന്താണ് പറയുന്നത്? ഇറ്റ് ക്യാൻ ഷോ ദ കമ്പാരിറ്റീവ് പ്രോഫിറ്റബിലിറ്റി ഓഫ് വേരിയസ് പ്രോഡക്ട്സ്. ഇൻ ദിസ് വേ ഇറ്റ് ഹെൽപ്സ് ഇൻ പ്ലാനിങ് ഫ്യൂച്ചർ പ്രൊഡക്ഷൻ ആൻഡ് സെയിൽസ്. എന്താണ്? ഇറ്റ് ക്യാൻ ഷോ ദി കമ്പാരിറ്റീവ് പ്രോഫിറ്റബിലിറ്റി ഓഫ് വേരിയസ് പ്രോഡക്റ്റ്. ആണ് വേരിയസ് പ്രോഡക്റ്റിൻ്റെ കമ്പാരിറ്റീവ് പ്രോഫിറ്റബിലിറ്റി നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻ ദിസ് വേ ഇറ്റ് ഹെൽപ്സ് ഇൻ പ്ലാനിങ് ഫ്യൂച്ചർ പ്രൊഡക്ഷൻ ആൻഡ് സെയിൽ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഫ്യൂച്ചർ പ്രൊഡക്ഷന് പ്ലാൻ ചെയ്യാനും, അതായത് ഫ്യൂച്ചർ പ്രൊഡക്ഷനെ കുറിച്ചും സെയിലിനെ കുറിച്ചൊക്കെ അവിടെ ഒരു പ്ലാനിങ് പോസിബിൾ ആവുന്നുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ profit planning. The technique of marginal costing provide data relating to cost volume profit relationship. This is very useful to profit planning and managerial decision making. അതായത് മാർജിനൽ കോസ്റ്റിംഗ് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻസ് ഡാറ്റാസ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? നമുക്ക് അവിടെ വെരി ഹെൽപ്ഫുൾ ഫോർ പ്രോഫിറ്റ് പ്ലാനിങ്ങിനും അതുപോലെ മാർജിനൽ മാനേജിയൽ ഡിസിഷൻ മേക്കിങ്ങിനൊക്കെ ഈ ഒരു ടെക്നിക്ക് നമുക്ക് മാർജിനൽ കോസ്റ്റിംഗ് എന്നൊരു ടെക്നിക്ക് നമുക്ക് യൂസ്ഫുള്ളാണ് പ്രോഫിറ്റ് പ്ലാനിങ്ങിന്. ഓക്കെ, അതാണ് അടുത്തൊരു അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. Then next one, decision making. The technique of marginal costing helps the management in taking various decisions such as make or buy, sales mix, export, capacity utilization, shutdown decision, etc. അതായത് മാർജിനൽ കോസ്റ്റിംഗ് മാനേജ്മെൻറ്റിന് വേരിയസ് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതിലൊക്കെയാണ്, അതായത് മേക്ക് ഓർ ബൈ, അതുപോലെ സെയിൽസ് മിക്സ്, ഈ കാര്യങ്ങളിലൊക്കെ ഷട്ട് ഡൗൺ ഡിസിഷൻസ്, ഇതിലൊക്കെ നമുക്ക് മാനേജ്മെൻറ്റിന് കറക്റ്റ് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ഈ മാനേജീരിയൽ കോസ്റ്റിംഗ് മാർജിനൽ കോസ്റ്റിംഗ് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ പ്രൈസിംഗ് പോളിസി. പ്രൈസിംഗ് പോളിസിയിൽ പറയുന്നത് മാർജിനൽ കോസ്റ്റിംഗ് ഈസ് വെരി ഹെൽപ്ഫുൾ ഇൻ ഫിക്സിംഗ് സെല്ലിംഗ് പ്രൈസസ് അണ്ടർ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ് ലൈക്ക് റിസഷൻ, ഡിപ്രഷൻ, ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ പ്രൊഡക്റ്റ് എക്സെട്ര. ഓക്കെ, മാർജിനൽ കോസ്റ്റിംഗ് അതായത് പ്രൈസ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടും സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ്, റിസഷൻ, ഡിപ്രഷൻ, ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ പ്രൊഡക്റ്റ്, ഈ സ്റ്റേജസിലൊക്കെ നമുക്ക് സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മാർജിനൽ കോസ്റ്റ് ഹെൽപ്ഫുള്ളാണെന്നാണ് പറയുന്നത്. Okay, but these are the main important advantages of marginal costing. Then what are the disadvantages of marginal costing? First one, ഡിഫിക്കൽട്ടി ഇൻ സെപ്പറേറ്റിംഗ് കോസ്റ്റ്. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർജിനൽ കോസ്റ്റിങ്ങിൽ ടോട്ടൽ കോസ്റ്റ് നമ്മൾ ഫിക്സഡ് കോസ്റ്റ് എന്നും വേരിയബിൾ കോസ്റ്റ് എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അങ്ങനെ രണ്ടായിട്ട് കോസ്റ്റുകളെ ടോട്ടൽ കോസ്റ്റിന് രണ്ട് ക്ലാസിഫിക്കേഷൻ ആക്കുക എന്നുള്ളത് ഒരു ഡിഫിക്കൽട്ട് ടാസ്ക് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ക്ലാസിഫൈ കോസ്റ്റ് ഇൻ ടു ഫിക്സഡ് ആൻഡ് വേരിയബിൾ എലമെൻറ്റ്സ്. ദെൻ സെക്കൻഡ് വൺ, ഡിഫിക്കൽട്ടി ഇൻ ആപ്ലിക്കേഷൻ. It is difficult to apply the technique of marginal costing in contracts, ship building, etc. But the value of work in progress is high in relation to turnover. Marginal costing is not applicable in capital intensive industries where fixed costs are very high. എന്താണ് പറയുന്നത്? ഡിഫിക്കൽട്ട്, അതായത് അപ്ലൈ ചെയ്യാൻ വേണ്ടി നമുക്ക് അവിടെ ഡിഫിക്കൽട്ടാണ്. അതായത് കോൺട്രാക്ട്സ് അതുപോലെ ഷിപ്പ് ബിൽഡിംഗ്, ഇതിലൊക്കെ നമുക്ക് ഈ ഒരു മാർജിനൽ കോസ്റ്റ് അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ പറയുന്നുണ്ട് മാർജിനൽ കോസ്റ്റിംഗ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ഇൻ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ഇൻഡസ്ട്രീസ്. ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസിൽ ഈ ഫിക്സഡ് കോസ്റ്റ് ആയിരിക്കും കൂടുതൽ വരുന്നത്, കൂടുതൽ ഹൈ ആയതുകൊണ്ട് നമുക്ക് അത്തരത്തിലുള്ള ഇൻഡസ്ട്രീസിൽ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ഇൻഡസ്ട്രീസിൽ നമുക്ക് മാർജിനൽ കോസ്റ്റ് അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ദെൻ അടുത്ത ഒരു ഡിസഡ്വാൻറ്റേജസ്, അണ്ടർ വാല്യുവേഷൻ ഓഫ് സ്റ്റോക്ക്. അണ്ടർ മാർജിനൽ കോസ്റ്റിംഗ് സ്റ്റോക്ക് ഈസ് വാല്യൂഡ് അറ്റ് മാർജിനൽ കോസ്റ്റ്. സ്റ്റോക്ക് നമ്മൾ മാർജിനൽ കോസ്റ്റിങ്ങിൽ സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നത് മാർജിനൽ കോസ്റ്റ് ആണ്. ദെൻ വാല്യൂ ഓഫ് സ്റ്റോക്ക് ഡസ് നോട്ട് ഇൻക്ലൂഡ് ഫിക്സഡ് കോസ്റ്റ്. അതിൽ എന്തില്ല, ഫിക്സഡ് കോസ്റ്റ് ഇൻക്ലൂഡ് ആവുന്നില്ല. ഹെൻസ് ദ വാല്യൂ ഓഫ് സ്റ്റോക്ക് ഈസ് ലെസ് ദാൻ ഇറ്റ്സ് ട്രൂ വാല്യൂ. അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്റ്റോക്കിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ട്രൂ വാല്യൂവിനെക്കാട്ടിലും കുറവായിട്ടാണ് വരുന്നത്.
Okay, where when there is a loss of stock, loss cannot be recovered in full from ഇൻഷുറൻസ് കമ്പനി. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് എന്തെങ്കിലും ലോസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ലോസ് ഫുള്ളായിട്ട് നമുക്ക് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും റിക്കവർ ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, മോർ ഓവർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡസ് നോട്ട് ട്രൂ പ്രോഫിറ്റ്. എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അവിടെ ട്രൂ പ്രോഫിറ്റ് അല്ല ഷോൺ ചെയ്യുന്നത്. അതായത് നമുക്ക് അവിടെ ഫിക്സഡ് കോസ്റ്റ് നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യുന്നുണ്ട്, നമ്മൾ ടോട്ടലി നമ്മളതിനെ ഫിക്സഡ് കോസ്റ്റിനെ ഇഗ്നോർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ വാല്യുവേഷൻ ഓഫ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ട്രൂ വാല്യൂവിനെക്കാട്ടിലും കുറവായിട്ടാണ് അവിടെ സ്റ്റോക്കിൻ്റെ വാല്യൂ കാണുന്നത്. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ലോസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആ കറക്റ്റായിട്ടുള്ള ലോസ് വാല്യൂ നമുക്ക് അവിടെ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും റിക്കവർ ചെയ്യാനായിട്ട് പറ്റില്ല. അതൊരു ഡിസഡ്വാൻറ്റേജസ് ആണ്. ദെൻ ഷോർട്ട് റൺ അനാലിസിസ്. ഫിക്സഡ് കോസ്റ്റ് മേ റിമെയിൻ കോൺസ്റ്റൻറ്റ് ഇൻ ദി ഷോർട്ട് റൺ. ഷോർട്ട് റണ്ണിൽ ഫിക്സഡ് കോസ്റ്റ്, അതായത് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. ബട്ട് ഇറ്റ് ടെൻസ് ടു വേരി ഇൻ ദി ലോങ് റൺ. പക്ഷേ ലോങ് റണ്ണിൽ എന്താണ്, ഇറ്റ് ടെൻസ് ടു വേരി ഇൻ ലോങ് റൺ. ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ലോങ് റണ്ണിൽ അത് വേരി ആയിട്ട് കാണുന്നുണ്ട്. Then similarly, selling prices and variable cost remains unchanged only in the short period. അവിടെ selling price and variable cost remains unchanged. ഷോർട്ട് റണ്ണിൽ ഷോർട്ട് പീരീഡിൽ സെല്ലിംഗ് പ്രൈസും അതുപോലെ വേരിയബിൾ കോസ്റ്റുമാണ് എന്ത് അൺചേഞ്ച്ഡ് ആയിട്ട് കാണുന്നത്. Therefore, any decision taken on the basis of marginal cost may hold true only in the short period. അതുകൊണ്ട് തന്നെ നമുക്ക് മാർജിനൽ കോസ്റ്റിനെ കുറിച്ചിട്ടുള്ള ഡിസിഷൻസ് കറക്റ്റായിട്ട് ഷോർട്ട് പീരീഡിൽ മാത്രമാണ് എടുക്കാൻ പറ്റുന്നുള്ളൂ. കറക്റ്റ് ഡിസിഷൻസ് എടുക്കാൻ പറ്റുന്നത് മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ കേസിൽ കറക്റ്റ് ഡിസിഷൻസ് എടുക്കാൻ കഴിയുന്നത് ഷോർട്ട് പീരീഡിലാണെന്നാണ് പറയുന്നത്. ഓക്കെ, ലോങ് പീരീഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കറക്റ്റ് ഡിസിഷൻസ് എടുക്കാൻ പറ്റില്ല. ദെൻ അടുത്തൊരു ഡിസഡ്വാൻറ്റേജ്, ടൈം ഫാക്ടർ ഇഗ്നോർഡ്. എന്താണ് അവിടെ ടൈം ഫാക്ടർ കംപ്ലീറ്റ്ലി അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, മാർജിനൽ കോസ്റ്റ് ഇഗ്നോർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു കമ്പയർ കോസ്റ്റ് ഓഫ് 2 ജോബ്സ്. അതുകൊണ്ട് നമുക്ക് 2 ജോബ്സിൻ്റെ കോസ്റ്റ് കമ്പയർ ചെയ്യുക എന്നുള്ളത് അവിടെ ഡിഫിക്കൽട്ടാണ്. ദെൻ അടുത്തൊരു ഡിസഡ്വാൻറ്റേജ്, റോങ് ബേസിസ് ഫോർ പ്രൈസിങ്. അതായത് ഇൻ മാർജിനൽ കോസ്റ്റിംഗ് സെല്ലിംഗ് പ്രൈസസ് ആർ ഡിറ്റർമൈൻഡ് ഓൺ ദ ബേസിസ് ഓഫ് കോൺട്രിബ്യൂഷൻ എലോങ്. മാർജിനൽ കോസ്റ്റിംഗ് നമ്മൾ സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് കോൺട്രിബ്യൂഷൻ്റെ ബേസിലാണ്. കോൺട്രിബ്യൂഷൻ എന്താ നമ്മൾ പഠിക്കും. ദെൻ സം ടൈംസ് കോൺട്രിബ്യൂഷൻ വിൽ അൺറിയലിസ്റ്റിക് ഇഫ് ദ പ്രൊഡക്ഷൻ ആൻഡ് സെയിൽസ് ആർ ഇൻക്രീസ്ഡ് ഡ്യൂ ടു യൂസ് ഓഫ് ഓട്ടോമാറ്റിക് മെഷീനറി, ഇൻക്രീസ്ഡ് സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് എക്സെട്ര. അതായത് ഇവിടെ കോൺട്രിബ്യൂഷൻ്റെ ബേസിലാണ് എന്ത് ചെയ്യുന്നത്, പ്രൈസ് നമ്മളവിടെ ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ റോങ് ബേസിസിലാകുമ്പോൾ അവിടെ പ്രൈസ് ഫിക്സേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ പ്രോബ്ലംസ് റൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ പറയുന്നത് മോർ എംഫസിസ് ഓൺ സെയിൽസ്. മാർജിനൽ കോസ്റ്റിംഗ് ഗീവ്സ് മോർ ഇമ്പോർട്ടൻസ് ടു സെല്ലിംഗ് ഫംഗ്ഷൻ. മാർജിനൽ കോസ്റ്റിംഗ് അവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സെല്ലിംഗ് ഫംഗ്ഷനാണ് കൂടുതലായിട്ട് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഈസ് ആൾസോ ഈക്വലി ഇമ്പോർട്ടൻറ്റ്. അവിടെ പ്രൊഡക്ഷൻ ഫംഗ്ഷനും തന്നെയാണ്, സെല്ലിംഗ് ഫംഗ്ഷനും പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് രണ്ടും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ കൂടുതലായിട്ട് അവിടെ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത് മാർജിനൽ കോസ്റ്റിങ്ങിന് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത് ഏതിലാണ്, സെല്ലിംഗ് ഫംഗ്ഷന് മാത്രമാണ് കൂടുതലായിട്ടും ഇമ്പോർട്ടൻസ് അവിടെ കൊടുക്കുന്നത്. പ്രൊഡക്ഷനും സെല്ലിങ്ങിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് കൊടുക്കേണ്ടത്. പക്ഷേ മാർജിനൽ കോസ്റ്റിങ്ങിൽ സെയിൽസിനാണ് കൂടുതൽ എംഫസിസ് ഇമ്പോർട്ടൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ദീസ് ആർ ദ മെയിൻ ഡിസഡ്വാൻറ്റേജസ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ്.